ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഔത്തുകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടിമയും പിന്നെ തെറുകാട്ടുള്ള ഒരു സ്വഹാബിയും നാലാൽമാരെ ഇടിക്കലൂടെ പോയി. പക്ഷെ ഈ ഉമ്മു മഅബദ് ഇത് വന്നത് നബിയിട്ട് പുറത്ത് കേട്ടിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പിള വന്ന് കേക്ക് ഇത് പാല് അങ്ങോട്ട് കൊമ്പറും ഇപ്പത്തെ പോലെ സൂപ്പർ മാർക്കറ്റ് എന്തില്ല. പിന്നെ ആട് അകലൗത്തിന്റെ ആട് മാത്രം, അതിൽ പാലുമില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ ഈ അടുത്തിൽ പാൽ കാണുമ്പോൾ മാപ്പിള വന്ന് കേക്ക് ഇതെടുത്ത പാല് ഇത് ഒരാൾ പന്നത്തോടെ വിശേഷം ആ ബന്നല്ല വിഷയമല്ല. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ വിസ്താരമായി ചൊല്ലും. ഇൻഷാ അല്ലാഹ് സന്ദർഭം കിട്ടിയ നമുക്ക് ഞങ്ങളുടെ സ്റ്റോറിയിൽ പണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങളെ വിഷയം അതല്ല. അവിടെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളെ എല്ലാ വിഷയം ചൊന്ന കൂട്ടത്തിൽ ഇടയിൽ ഒരു വിഷയം ചൊല്ലുന്നേ ആ നബിക്ക് കൊറിയ സഹയാത്രികന്മാർ, കൂട്ടുകാരന്മാർ, ഫ്രണ്ട്സുമാരുള്ള ഒട്ടിക്ക് വേണ്ട യാത്രികന്മാർ 3 ആൾ ഒട്ടിക്കുന്നാർ. ആ ബന്നാലൊട്ടി നബിന്റെ ഗൊന്തില്ലല്ലോ. ആ 3 ആൾമാർ ഭയങ്കര മനുഷ്യന്മാർ. ഈ നേതാവ് എന്തിനെ ചൊല്ലു ചൊന്നിട്ട് തീറു കുറിച്ചിട്ടില്ല. അങ്ങ് അപ്പം 3 ആൾ ഓടി കളിച്ചിട്ട് ആ സ്വറാക്കിട്ടേ ഞാൻ മുന്നൂറ് അങ്ങനെ അങ്ങ് സ്വറാക്കിട. ആ നേതാവ് പൽക്ക പറഞ്ഞെങ്കിൽ അങ്ങനല്ല ചെറുക്കത്തിൽ ഇങ്ങനെ കാതു എന്തിനു ചൊല്ലു എന്ന് കാതു കൊടുക്കട. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനക്കവും അടക്കവും ആ പെണ്ണിനെ വിവരിക്കുക എല്ലാ വിഷയവും. ആ കൂട്ടത്തിൽ സ്വഹാബത്തെങ്ങനെ ഈ 3 ആൾമാർ ചൊല്ലിയ വിഷയവും ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അബൂ മഅബദ് റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിക്കരുത്. അതാണ് സ്വഹാബത്ത്. നബി തങ്ങൾ വിഷയം ചൊന്നെങ്കിൽ കൺമുച്ചു തുറക്കടയിൽ ആ സ്വറാണ്. അത് ഞാൻ ഫസ്റ്റ് ആക്കണം എന്നിട്ട് അങ്ങെന്താക്കിടാറ് എതിർമണ്ടാറ്. നല്ലപോലെ പിറവ് കൊണ്ടല്ല അങ്ങ് എതിരുവണ്ണ നാനാക്കണം